Hi friends, welcome back to our class. This is the second part of the chapter, What It Is Like to Be a Transgender, a poem written by Lee Mokob. Actually, we have discussed the first 3 stanzas of this poem in the previous class. And now, let me move into the 4th stanza of this poem. ഒബ്വിയസ്ലി കഴിഞ്ഞ 3 സ്റ്റാൻസാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലീ മോക്കോബ് ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്നും അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കടന്നതെന്നും അദ്ദേഹം ആ കാലഘട്ടത്തിലൊക്കെ അനുഭവിച്ച വേദനാജനകമായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഈ പോയത്തിലൂടെ സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. യെസ്, നൗ ലെറ്റ് മീ മൂവ് ഇൻ ടു ദ 4th stanza of this poem. Let me read it once. My mother fears I have named myself after fading things, as she counts the echoes left behind my Mia Hall, Leela Alcon, Blake Brockington. She fears that I'll die without a whisper, that I'll turn into a what a shame conversation at the bus stop. She claims I have turned myself into a mausoleum. What? I am walking casket. News headlines have turned my identity into a spectacle. Bruce Jenner on everyone's lips, while the brutality of living in this body becomes an asterisk at the bottom of equality pages. No one ever thinks of us as humane because we are more ghost than flesh. Because people fear that my gender expression is a trick, that it exists to be perverse, that it ensnares them without their consent, that my body is a feast for their eyes and hands, and once they have fed off my cure, they'll regurgitate all the parts they did not like. This is the 4th stanza of this poem. പോയിട്ട് പറയുന്നത് അദ്ദേഹം ട്രാൻസ്ജെൻഡറായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സൊസൈറ്റിയിൽ നിന്ന് അദ്ദേഹം അനുഭവിച്ച, മീഡിയാസിൽ നിന്ന് അദ്ദേഹം അനുഭവിച്ച, മറ്റ് ആളുകളിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വേദനാജനകമായ സിറ്റുവേഷൻസിനെ കുറിച്ചാണ്. My mother thinks I have named myself after dying things. She remembers transgender persons like Mia Hall, Leela Alcon and Blake Brockington who either committed suicide or were shot dead. ഇവിടെ അദ്ദേഹം പറയുന്നത്, എൻ്റെ അമ്മ പലപ്പോഴും ചിന്തിച്ചത് ട്രാൻസ്ജെൻഡേഴ്സായ മിയ ഹോൾ, ലീല ആൽക്കോൺ, ബ്ലേക്ക് ബ്രോക്കിംഗ്ടൺ മുതലായ ആളുകളുടെയൊക്കെ പേരുകളായിരിക്കും ഞാൻ സ്വീകരിക്കുക എന്നുള്ളത്. ഇതിലെ ചില ആളുകളൊക്കെ സൂയിസൈഡ് ചെയ്ത്, ചിലരെയൊക്കെ ഷോട്ട്, ചിലരൊക്കെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ കരുതിയത് ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ പേരുകളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഷീ തിങ്സ് ഐ ടു വിൽ ഡൈ ലൈക്ക് ദാറ്റ് ആൻഡ് ദെൻ പീപ്പിൾ വിൽ സ്പീക്ക് ഓഫ് മീ ആസ് വാട്ട് എ ഷെയിം ഇൻ ദ ബസ് സ്റ്റോപ്സ്. അവരുടെ മനസ്സിൽ, എൻ്റെ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് ഞാനും മറ്റുള്ള ആളുകളെപ്പോലെ, മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ സൂയിസൈഡ് ചെയ്യുമെന്നും അത് കാരണം ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ആളുകളൊക്കെ വാട്ട് എ ഷെയിം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കുറിച്ച് സംസാരിക്കുമെന്നും ഒക്കെയാണ് അമ്മ കരുതുന്നത്. ഷീ സെയ്സ് ഐ ഹാവ് ടേൺഡ് മൈസെൽഫ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ടൂംബ്. എപ്പോഴും അമ്മ പറയാറുള്ളത് ഞാനൊരു ബ്യൂട്ടിഫുൾ ടൂംബാണെന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു ശവപ്പെട്ടിയാണ് ഞാൻ എന്നെ തന്നെ ഒരു ശവകുടീരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഐ എം എ വാക്കിംഗ് കഫീൻ. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശവപ്പെട്ടിയാണെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവശ്യമായ വർണ്ണങ്ങളും നിറങ്ങളും ഭംഗിയും ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ പരാതി. നിങ്ങൾക്കറിയാമോ, ന്യൂസ് ഹെഡ്ലൈൻസ് ഹാവ് ടേൺഡ് മൈ ഐഡൻറ്റിറ്റി ഇൻ ടു എ സ്പെക്ടാക്കിൾ. എന്താണ്? എപ്പോഴും ന്യൂസ് ഹെഡ്ലൈൻസൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു കാഴ്ചവസ്തുവായിട്ടാണ് മാറ്റുന്നത്. എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത് ബ്രൂസ് ജെന്നറ്റിനെ പറ്റിയാണ്. ഈ ശരീരത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത് ഒരു ഭയങ്കരമായ ക്രൂവൽറ്റിയാണ് ഈ ഒരു ബോഡിയിൽ. ദിസ് ഇസ് ദ ക്രൂവൽറ്റി ഓഫ് ലിവിങ് ഇൻ ദിസ് ബോഡി. People like me are left out when the newspapers and magazines discuss equality of genders as I belong to neither group. ഈ ഒരു ബോഡിയിൽ ഇങ്ങനെ ജീവിക്കുന്നത് വളരെ വലിയ ക്രൂവൽറ്റിയാണ്. ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും എല്ലാം ജെൻഡർ ഈക്വാലിറ്റിയെ പറ്റി നിരന്തരമായ സംവാദങ്ങളൊക്കെ നടത്താറുണ്ട്, നിരന്തരമായ ഡിസ്കഷൻസ് നടത്താറുണ്ട്, ഡിബേറ്റ് നടത്താറുണ്ട്. പക്ഷേ ഞങ്ങളെ ആരും കാണുന്നില്ല. എല്ലാവരും ഞങ്ങളെ വിട്ടുകളയാണ് ചെയ്യുന്നത്. എന്താ കാരണം? ഞങ്ങൾ
പുരുഷന്മാരോ അല്ല, സ്ത്രീകളോ അല്ല. ഞാനൊരു പുരുഷനോ അല്ല, സ്ത്രീയോ അല്ല. ഐ എം എ ലെസ്ബിയൻ. അത് കാരണമായിട്ട് മാധ്യമങ്ങൾ, ചർച്ചകളിലൊന്നും ഞങ്ങളില്ല. ഇവിടെ ഘോരഘോരം പ്രസംഗിക്കാൻ ആളുകളുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമത്വം വേണം, സ്ത്രീകളുടെ അവർക്ക് ഉള്ള സംവരണങ്ങളെക്കുറിച്ച്, പുരുഷന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച്, അധികാരങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കാൻ ആളുകളുണ്ട്. സമൂഹം അതിന് തയ്യാറാണ്, മീഡിയാസ് അതിന് റെഡിയാണ്. ഒരുപാട് ഡിബേറ്റ്സ് നടക്കുന്നു, ഡിസ്കഷൻ നടക്കുന്നു. പക്ഷെ ഞങ്ങളെക്കുറിച്ച് പറയാൻ, എന്നെപ്പോലുള്ള ആളുകളെക്കുറിച്ച് സംസാരിക്കാൻ സമൂഹത്തിൽ ആളുകൾക്ക് സമയമില്ല. മാധ്യമങ്ങൾ അതിന് തയ്യാറല്ല. കാരണം എന്താ? വി ആർ ഈദർ വി ബിലോങ് ടു നീദർ ഗ്രൂപ്പ്. ഞങ്ങൾ സ്ത്രീയോ അല്ല, സ്ത്രീകളുടെ കാറ്റഗറിയിലോ പുരുഷന്മാരുടെ കാറ്റഗറിയിലോ ഞങ്ങളുടെ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നോ വൺ തിങ്സ് പീപ്പിൾ ലൈക്ക് മീ ആർ ഹ്യൂമൻ ബീയിങ്സ്. ദേ തിങ്ക് വി ആർ ഗോസ്റ്റേഴ്സ് ആൻഡ് നോട്ട് റിയൽ പീപ്പിൾ. ഞങ്ങൾ ശരിക്കുമുള്ള മനുഷ്യരാണെന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല. ദേ തിങ്ക് മൈ ജെൻഡർ എക്സ്പ്രഷൻ ഇസ് എ ട്രിക്ക്. ഞങ്ങൾ വെറുതെ അഭിനയിക്കുകയാണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് എ പെർവേഴ്സ് വൺ ടു ട്രാപ്പ് ദം വിതൗട്ട് ദെയർ കോൺസെൻറ്റ്. ആളുകളുടെ കോൺസെൻറ്റ് ഇല്ലാതെ ഞങ്ങൾ അവരെ ട്രാക്കിലാക്കാൻ വേണ്ടി, ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അഭിനയിക്കുകയാണെന്നാണ് ചില ആളുകളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. For their eyes, for the people's eyes and hands, my body is a feast. നിങ്ങൾക്കറിയാമോ, എൻ്റെ ബോഡി ഇങ്ങനെയുള്ള ജനങ്ങളുടെ കൈകൾക്കും കണ്ണുകൾക്കുമൊക്കെ ഒരു ആഘോഷമാണ്, ഒരു ഫീസ്റ്റാണ്. Once they have had their fill, they will vomit out all the parts they did not like. ഒരിക്കൽ ഞങ്ങളെ തിന്ന് അവർ വയറ് നിറച്ച് കഴിയുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം അവരെടുത്ത് വേണ്ടാത്തതെല്ലാം അവർ വൊമിറ്റ് ചെയ്ത് കളയും. ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ജീവിതമാണ് നിങ്ങൾ ഹോമിക്കുന്നത് എന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല മനുഷ്യരും ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആരുമില്ല. ഞങ്ങളെ മനുഷ്യരായിട്ട് പോലും, റിയൽ പീപ്പിളായിട്ട് പോലും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് സമൂഹത്തിനോട്, മാധ്യമങ്ങളോട്, പബ്ലിക്കിനോട് പരാതി പറയുന്ന പോയിറ്റിനെയാണ് നമുക്ക് ഈ സ്റ്റാൻസയിൽ കാണാൻ പറ്റുന്നത്. Now let me move into the next stanza of this poem. They will put me back into the closet, hang me with all the other skeletons, I'll be the best attraction. Can you see how easy it's to talk people into coffins, to misspell their names on gravestones, and people still wonder why they are rotting. They go away in high school hallways. They are afraid of becoming another hashtag in a second. Afraid of classroom discussions becoming like Judgment Day. And now oncoming traffic is embracing more transgender children than parents. ഈ ഒരു സ്റ്റാൻസയിൽ പോയിറ്റ് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ഇത്തരം ട്രാൻസ്ജെൻഡേഴ്സിനെ ജീവിക്കുന്ന ശവങ്ങളാക്കി മാറ്റുവാണ് ഇന്നത്തെ സമൂഹം ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് സ്റ്റാൻസ, സമൂഹം, സൊസൈറ്റി ഇത്തരം ആളുകളെ ഇന്നത്തെ കാലഘട്ടത്തിൽ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ്, ഇവിടെ ഒരു ഹോപ്പ്ഫുൾ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. Let's discuss. They will put me back into the closet and hang me with all the other skeletons and I will be the best attraction. അദ്ദേഹം പറയുവാണ്, എല്ലാ സ്കെൽട്ടൺസിൻ്റെയും കൂടെ എൻ്റെ സ്കെൽട്ടണും തൂക്കി വയ്ക്കും. ഞാനായിരിക്കും ആ ക്ലോസിലെ ഏറ്റവും കൂടിയ അട്രാക്ഷനുള്ള ഐറ്റം. ആളുകൾക്ക് പറഞ്ഞ് മറ്റുള്ളവരെ ഇങ്ങനെ കഫീൻസിലാക്കാൻ വളരെ എളുപ്പമാണ്. You know, they even misspell their names on the gravestones. People still wonder why there are boys rotting. ട്രാൻസ്ജെൻഡർ ആയ കുട്ടികൾക്ക് അവർ ഹൈസ്കൂളിലായിരിക്കുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്. They go away in high school hallways. They are afraid of becoming another hashtag in a second. എന്താ അവരുടെ പേടിയുടെ കാരണം? ഒരു സെക്കൻഡിൽ ഉള്ളതുപോലെ ആയിരിക്കില്ല, തൊട്ടടുത്ത സെക്കൻഡിൽ അവർ വേറൊരു ഹാഷ്ടാഗായിട്ട് മാറുമോ എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ മുഴുവൻ. ആ ഒരു പേടിയാണ് അവർക്കുണ്ടാവുന്നത്. ദേ ആർ എഫ്രൈഡ് ഓഫ് ക്ലാസ് റൂം ഡിസ്കഷൻസ് ബിക്കമിങ് ലൈക്ക് ജഡ്ജ്മെൻറ്റ് ഡേ. യുനോ, അവരിയ്ക്കുന്ന ക്ലാസ് റൂമിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേ, അന്ത്യവിധി എഴുതുന്ന ദിവസം പോലെയാണ് അവർക്കതിനെ ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ
നമ്മുടെ സൊസൈറ്റി ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടുതലായിട്ട് ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കാതെ വയ്യ എന്ന് അദ്ദേഹം പറയുവാണ്. ദ നമ്പർ ഓഫ് ട്രാൻസ്ജെൻഡർ ചിൽഡ്രൻ ഇസ് ഇൻക്രീസിങ് നൗ എ ഡേയ്സ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഈ ഒരു ജെൻഡറിനെ മറ്റൊരു ജെൻഡറായിട്ട് ഇപ്പോൾ അംഗീകരിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടി വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഹോപ്പ്ഫുൾ സെൻറ്റൻസോട് കൂടിയാണ് ആ സ്റ്റാൻസ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. Okay. Now let me move into the last stanza of this poem. Let me read it once. I wonder how long it will be before the trans-suicide note starts to feel redundant, before we realize that our bodies become lessons about sin, way before we learn how to love them. Like God didn't save all this breath and mercy, like my blood is not the wine that washed over Jesus' feet. My prayers are now getting stuck in my throat. Maybe I'm finally fixed. Maybe I just don't care. Maybe God finally listened to my prayers. ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സിറ്റുവേഷൻസ്, അദ്ദേഹത്തിൻ്റെ ബോഡി നേച്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അദ്ദേഹം ഈ സൊസൈറ്റിയിൽ ആ ഒരു സ്ഥിതിവിശേഷണത്തിൽ ജീവിക്കാൻ മനസ്സുകൊണ്ട് പര്യാപ്തമാകുന്ന രീതിയിൽ, പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സമൂഹത്തിനെ തിരുത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെസ്സേജുമായിട്ടാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റാൻസ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. I wonder how long it will be before the transgender people stop committing suicide. ഈ ട്രാൻസ്ജെൻഡേഴ്സ് അവരുടെ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി അത് നിൽക്കാൻ ഇനിയും എത്ര നാൾ എടുക്കുമെന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുവാണ്. വി ആർ ട്രാൻസ്ജെൻഡർ നോട്ട് ബിക്കോസ് ഓഫ് അവർ സിൻസ്. നമ്മൾ ട്രാൻസ്ജെൻഡർ ആവുന്നത് നമ്മൾ ചെയ്ത പാപങ്ങൾ കൊണ്ടല്ലല്ലോ. ആൻഡ് വി ഷുഡ് ലവ് അവർ ബോഡീസ്. വി ആർ റെസ്പെക്റ്റഡ്. വി are responsible to love our bodies. I have often prayed to God, but I haven't seen any mercy yet. ഞാൻ ഒരുപാട് ജീസസിൻ്റെ അടുത്ത്, ദൈവത്തിൻ്റെ അടുത്ത് ദയ യാചിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഒരു ദയയും കിട്ടിയിട്ടില്ല. And you know, my blood is not like the wine that washed the feet of Jesus. ജീസസിൻ്റെ ഫീറ്റ് കഴുകിയ വൈൻ പോലെയല്ല എൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ഐ കാൺ പ്രേ എനി മോർ ആസ് ദ പ്രേയേഴ്സ് ആർ സ്റ്റക്ക് ഇൻ മൈ ത്രോട്ട്. ഇനിയും പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ പ്രേയേഴ്സൊക്കെ എൻ്റെ ത്രോട്ടിൽ, എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുവാണ്. ഇനിയും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. മേ ബി ഇനി അങ്ങോട്ടൊരു ചെറിയ ഹോപ്പ് അദ്ദേഹം ഇവിടെ നമ്മളുടെ മുന്നിൽ ഷെയർ ചെയ്യുവാണ്. മേ ബി ദിസ് ഇസ് ഹൗ ഗോഡ് വോൺസ് മീ. ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുന്നതായിരിക്കും ദൈവത്തിന് ഇഷ്ടം. ഐ ഡോണ്ട് കെയർ എനി മോർ. മേ ബി ഗോഡ് ഹാസ് ലിസൺഡ് ടു മൈ പ്രേയേഴ്സ്, മേക്കിംഗ് മീ ആക്സെപ്റ്റ് മൈ ഫെയ്റ്റ് വിത്തൗട്ട് കംപ്ലെയിൻറ്റ്. ഇനി ഒരു പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് കാണും. അതുകൊണ്ടായിരിക്കും എൻ്റെ ഈ ഒരു സ്ഥിതി ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നത്. എനിക്കിത് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഈ ഒരു ബോഡി ഫങ്ഷൻസൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നത് ചിലപ്പോൾ എൻ്റെ പ്രേയേഴ്സ് ജീസസ് കേട്ടതുകൊണ്ടായിരിക്കാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ ഒരു പോയം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് പോം. ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന, ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസിനെ വളരെ നന്നായിട്ട് സ്വന്തം എക്സ്പീരിയൻസിലൂടെ ഇവിടെ ഷെയർ ചെയ്യുവാണ് ലീ മൊക്കോബെ ചെയ്യുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദറ്റ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് വെരി വെൽ. സ്റ്റഡി വെൽ, ബി ട്യൂൺഡ്, ബി ഹാപ്പി. We'll meet again with another topic on the next video lesson. Until then, bye-bye.